മലയാള സിനിമയിൽ ഒരു താരത്തിന്റെ പുതിയ സിനിമകളുടെ പ്രഖ്യാപനം ഇത്രയധികം ചർച്ചയാകുന്നത് അപൂർവമാണ്. എന്നാൽ മോഹൻലാൽ എന്ന പേര് വരുമ്പോൾ ആ കണക്കുകൾ മാറും. ഒരൊറ്റ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെ തന്നെ സിനിമാ പ്രേമികളുടെ ആവേശം വാനോളം ഉയർത്തിയിരിക്കുകയാണ് മോഹൻലാൽ. കാരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ സിനിമകളല്ല, വ്യത്യസ്ത തലമുറകളിൽ നിന്നുള്ള 7 സംവിധായകർക്കൊപ്പം 7 വ്യത്യസ്ത ശൈലികളുള്ള സിനിമകളാണ് മോഹൻലാൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ലൈനപ്പ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇത് വെറുമൊരു സിനിമകളുടെ പട്ടികയല്ല, തന്റെ കരിയറിലെ അടുത്ത ഘട്ടം വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കമാണ്. പുതുതലമുറയിലെ സംവിധായകർ, തന്റെ പഴയകാല വിജയങ്ങളുടെ ഭാഗമായ പ്രിയപ്പെട്ട സംവിധായകർ, പരീക്ഷണങ്ങൾക്ക് തയ്യാറുള്ള സിനിമാക്കാർ, എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് മോഹൻലാൽ അടുത്ത അധ്യായം എഴുതുന്നത്. വിഷ്ണു മോഹൻ, അനൂപ് സത്യൻ, പ്രിയദർശൻ, ദിലീഷ് പോത്തൻ, സത്യൻ അന്തിക്കാട്, ജൂഡ് ആന്റണി ജോസഫ്, ജീത്തു ജോസഫ്, ഈ 7 പേരോടൊപ്പമാണ് മോഹൻലാലിന്റെ പുതിയ സിനിമകൾ ഒരുങ്ങുന്നത്. ഇവരിൽ ചിലർ അദ്ദേഹത്തിന് മലയാള സിനിമയിലെ എവർഗ്രീൻ വിജയങ്ങൾ സമ്മാനിച്ചവരാണ്. മറ്റു ചിലരാകട്ടെ മോഹൻലാലിനൊപ്പം ആദ്യമായ ഒരു മുഴുനീള ചിത്രത്തിലേക്ക് എത്തുന്ന സംവിധായകരും. അതുകൊണ്ട് തന്നെ ഈ ലൈനപ്പ് നൽകുന്ന പ്രധാന സൂചന എന്താണ്? മോഹൻലാലിനി ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങളിലോ സിനിമകളിലോ ഒതുങ്ങാൻ തയ്യാറല്ല എന്നതാണ്. ഓരോ സംവിധായകന്റെയും സ്വന്തം ശൈലിക്കനുസരിച്ച് വ്യത്യസ്തമായ മോഹൻലാലിനെ കാണാനുള്ള അവസരമാണ് പ്രേക്ഷകർക്ക് മുന്നിലുള്ളത്. ഈ പട്ടികയിലെ ഏറ്റവും വലിയ പ്രതീക്ഷകളിലൊന്നാണ് വിഷ്ണു മോഹനൊപ്പമുള്ള ചിത്രം. താൽക്കാലികമായി L367 എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ വലിയ ക്യാൻവാസിലാണ് ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ രചനയും വിഷ്ണു മോഹൻ തന്നെയാണ് നിർവഹിക്കുന്നത്. മേപ്പടിയാൻ എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ സംവിധായകനാണ് വിഷ്ണു മോഹൻ. അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ പോലൊരു സൂപ്പർ താരത്തെ വെച്ച് അദ്ദേഹം എന്താണ് ഒരുക്കാൻ പോകുന്നതെന്ന ആകാംക്ഷ വളരെ വലുതാണ്. വിദേശത്തു നിന്നും ബോളിവുഡിൽ നിന്നുമുള്ള താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടുന്ന വലിയ ടീമാണ് ചിത്രത്തിനായി അണിനിരക്കുന്നത്. ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമകളിലൊന്നാണ് ചിത്രം ഒരുക്കുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മോഹൻലാലിന്റെ താരമൂല്യവും ജിഷ്ണു മോഹന്റെ വ്യത്യസ്തമായ സിനിമാ സമീപനവും ഒരുമിച്ചാൽ എന്തായിരിക്കും ഫലമെന്നാണ് ഇനി അറിയേണ്ടത്. ചെറിയ ക്യാൻവാസിൽ തുടങ്ങി വലിയ സ്വപ്നങ്ങളിലേക്ക് എത്തിയ സംവിധായകനൊപ്പം മോഹൻലാൽ ചേരുമ്പോൾ ഈ സിനിമയുടെ പ്രതീക്ഷയും അത്രത്തോളം വലുതാണ്. അടുത്തതായി ഏറെ കൗതുകമുണർത്തുന്നത് അനൂപ് സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. സത്യൻ അന്തിക്കാടിന്റെ മകൻ എന്ന വിശേഷത്തിനപ്പുറം സ്വന്തം സിനിമാ ഭാഷ കണ്ടെത്തിയ സംവിധായകനാണ് അനൂപ് സത്യൻ. മോഹൻലാലിനൊപ്പം അദ്ദേഹം എത്തുന്നത് ഒരു കിർക്കി കോമഡി ആക്ഷൻ ത്രില്ലറുമായാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സാധാരണ അന്തിക്കാടൻ ശൈലിയിലുള്ള സിനിമയായിരിക്കില്ലെന്ന് അനൂപ് സത്യൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോമഡിയും ആക്ഷനും ത്രില്ലറും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നടനാണ് മോഹൻലാൽ. ഈ 3 ഘട്ടങ്ങളും ഒരേ സിനിമയിൽ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നതിലാണ് ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട കൗതുകം. മോഹൻലാലിന്റെ സ്വാഭാവികമായ കോമഡി ടൈമിങ്ങും ആക്ഷൻ പെർഫോമൻസും ത്രില്ലർ സ്വഭാവവും ഒരുമിച്ച് ഉപയോഗിക്കാൻ സംവിധായകൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പതിവ് കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു അവതാരം ലഭിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ സംവിധായകൻ നായക കൂട്ടുകെട്ടിലൊന്നാണ് മോഹൻലാൽ പ്രിയദർശൻ. ഈ കൂട്ടുകെട്ട് സമ്മാനിച്ച നിരവധി സിനിമകൾ ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ചിത്രങ്ങളാണ്. ഇപ്പോൾ വീണ്ടും ഇരുവരും ഒന്നിക്കുമ്പോൾ അതിനൊപ്പം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രിയദർശന്റെ 100ാം ചിത്രം എന്നതാണത്. ഒരു സംവിധായകന്റെ 100ാം സിനിമയിൽ നായകനായി മോഹൻലാൽ എത്തുന്നു എന്നത് തന്നെ വലിയ വാർത്തയാണ്. മ്യൂസിക്കൽ ഡ്രാമയുടെ സ്വഭാവമുള്ള സിനിമയായിരിക്കുമെന്ന സൂചനകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ആക്ഷന് പ്രാധാന്യമുള്ള ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനറായിട്ടാകും ചിത്രം ഒരുങ്ങുന്നതെന്നും പ്രിയദർശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം സിനിമയിലെ ഗാനങ്ങളുടെ എണ്ണമാണ്. ചിത്രത്തിൽ 12 ഗാനങ്ങൾ ഉണ്ടാകുമെന്നാണ് സംവിധായകൻ പറഞ്ഞിട്ടുള്ളത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രം ഈ വർഷം തന്നെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിന്റെ മറ്റൊരു വലിയ സിനിമയ്ക്കായി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ലെന്ന പ്രതീക്ഷയും ശക്തമാണ്. മോഹൻലാലിനെ ദിലീഷ് പോത്തൻ എങ്ങനെ ഉപയോഗിക്കും? ഇതാണ് അടുത്ത വലിയ ചോദ്യം. റിയലിസ്റ്റിക് സിനിമകൾക്ക് സ്വന്തം ഒരു ഭാഷ സൃഷ്ടിച്ച സംവിധായകനാണ് ദിലീഷ് പോത്തൻ. മഹേഷിന്റെ പ്രതികാരം, ജോജി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയിൽ വേറിട്ടൊരു സ്ഥാനം നേടിയിട്ടുണ്ട്. ശ്യാം പുഷ്കരനും പോൾസൺ സക്രിയയും ചേർന്നാണ് നെടുകണ്ട മിറാക്കിൾ എന്ന പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനും വീണ്ടും ഒന്നിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, പതിവ് മാസ് നായകനായി മീശ പിടിച്ച് നടക്കുന്ന മോഹൻലാലിനെ ആയിരിക്കില്ല ദിലീഷ് പോത്തൻ അവതരിപ്പിക്കാൻ പോകുന്നതെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. മോഹൻലാൽ എന്ന നടന്റെ ഉള്ളിലുള്ള പെർഫോമറെ പുറത്തെടുക്കാൻ ദിലീഷ് പോത്തന് കഴിയുമോ? അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കൗതുകം. മോഹൻലാലിന്റെ സ്റ്റാർ ഇമേജിനേക്കാൾ അദ്ദേഹത്തിന്റെ അഭിനയശേഷിയെ മുൻനിർത്തിയുള്ള ഒരു കഥാപാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ അത് താരത്തിന്റെ കരിയറിലെ മറ്റൊരു ശ്രദ്ധേയമായ പ്രകടനമായി മാറാനും സാധ്യതയുണ്ട്. മോഹൻലാലും സത്യൻ അന്തിക്കാടും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്ത തന്നെ ഒരു പ്രത്യേക നൊസ്റ്റാൾജിയാണ്.
ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷ വളരെ വലുതാണ്. ഒരു പക്ക അന്തിക്കാടൻ മോഹൻലാൽ ചിത്രം. വീട്ടുകാര്യങ്ങളും ബന്ധങ്ങളും നാട്ടുവിശേഷങ്ങളും സാധാരണ മനുഷ്യരുടെ ജീവിതവും ഹാസ്യവും വൈകാരികതയും ഒക്കെയായി സത്യൻ അന്തിക്കാട് ഒരുക്കിയ സിനിമകളിലെ മോഹൻലാൽ കഥാപാത്രങ്ങൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത്തരമൊരു സിനിമയാണോ വരുന്നതെന്ന ആകാംക്ഷ സ്വാഭാവികമാണ്. എന്നാൽ സത്യൻ അന്തിക്കാട് തന്റെ പതിവ് ഫോർമുലയിൽ നിന്ന് മാറി പുതിയൊരു പരീക്ഷണം നടത്തിയാലും പ്രേക്ഷകർ അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം മോഹൻലാൽ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിന്റെ ചരിത്രം തന്നെ അത്ര ശക്തമാണ്. പിൻഗാമി പോലുള്ള ചിത്രങ്ങൾ സമ്മാനിച്ച കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ സ്വാഭാവികമായും ഉയരും. ഈ ലൈനപ്പിലെ ഏറ്റവും ഹൃദയസ്പർശിയായ പ്രഖ്യാപനങ്ങളിലൊന്നാണ് ജൂഡ് ആന്റണി ജോസഫിനൊപ്പമുള്ള സിനിമ. കഴിഞ്ഞ 12 കൊല്ലമായി കാത്തിരുന്ന നിമിഷം. നന്ദി ലാലേട്ട എന്ന് ജൂഡ് ആന്റണി ജോസഫിന്റെ പ്രതികരണം തന്നെ ഈ സിനിമയുടെ പിന്നിലെ വികാരം വ്യക്തമാക്കുന്നുണ്ട്. ഒരു ആരാധകൻ തന്റെ പ്രിയപ്പെട്ട താരത്തെ വെച്ച് സിനിമ ചെയ്യാനുള്ള അവസരം നേടുമ്പോൾ ഉണ്ടാകുന്ന ആവേശം ഈ വാക്കുകളിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫാൻ ബോയ് സിനിമയായിരിക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നിരിക്കുകയാണ്. മോഹൻലാലിന്റെ താരപരിവേഷത്തെ പരമാവധി ആഘോഷിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാകുമോ ഇത്? അതോ ജൂഡ് ആന്റണി തന്റെ സ്വന്തം സിനിമാ ഭാഷയിൽ മോഹൻലാലിനെ അവതരിപ്പിക്കുമോ? ഇപ്പോൾ അതിന് വ്യക്തമായ ഉത്തരമില്ല. എന്നാൽ സിനിമ അടുത്ത വർഷം പ്രേക്ഷകരിലേക്ക് എത്തുമെന്നാണ് സൂചന. അതുവരെ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷ ഇനിയും ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മോഹൻലാലും ജിത്തു ജോസഫും വീണ്ടും ഒന്നിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം എത്തുന്ന പേര് ദൃശ്യം തന്നെയാണ്. അത് സ്വാഭാവികമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വലിയ സ്വാധീനം സൃഷ്ടിച്ച കൂട്ടുകെട്ടാണ് മോഹൻലാൽ ജിത്തു ജോസഫ്. അതിനാൽ ജിത്തു ജോസഫ് മോഹൻലാലിനെ നായകനാക്കി വീണ്ടും സിനിമ ചെയ്യുന്നുവെന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർ ഉടൻ തന്നെ ഒരു ത്രില്ലർ പ്രതീക്ഷിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം മറക്കാൻ പാടില്ല. ജിത്തു ജോസഫ് ത്രില്ലറുകൾ മാത്രം ചെയ്യുന്ന സംവിധായകനല്ല. മൈ ബോസ്, നുണക്കുഴി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ കോമഡിയും ഫാമിലി എന്റർടൈനറും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഒരു കോമഡി ചിത്രമായിട്ടാണോ ജിത്തു വരുന്നത്? അതോ പാതി വഴിയിൽ നിൽക്കുന്ന റാം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുമോ? അതോ ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു പ്രോജക്റ്റാണോ വരുന്നത്? ഇവിടെ ഉത്തരം ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ജിത്തുവാണ് സംവിധായകൻ. അതുകൊണ്ട് ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കാം. ഈ 7 സിനിമകളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് വൈവിധ്യമാണ്. ഒരു വശത്ത് വലിയ ക്യാൻവാസിലുള്ള ചിത്രം, മറ്റൊരു വശത്ത് ക്യുർക്കി കോമഡി ആക്ഷൻ ത്രില്ലർ, പിന്നെ 100ാം ചിത്രത്തിന്റെ ഭാഗമായി എത്തുന്ന മ്യൂസിക്കൽ ഡ്രാമ, റിയലിസ്റ്റിക് സിനിമയ്ക്ക് പ്രാധാന്യം നൽകുന്ന ദിലീഷ് പോത്തന്റെ ചിത്രം, സത്യൻ അന്തിക്കാടിന്റെ കുടുംബ അന്തരീക്ഷം, ജൂഡ് ആന്റണിയുടെ ഫാൻ ബോയ് സമീപനം, ഒടുവിൽ ജിത്തു ജോസഫിന്റെ സാധ്യതകളാൽ നിറഞ്ഞ പ്രോജക്ട്. അതായത് 7 സംവിധായകൻ മാത്രമല്ല, 7 വ്യത്യസ്ത സിനിമാ ലോകങ്ങളാണ് മോഹൻലാലിനെ കാത്തിരിക്കുന്നത്. ഒരു കാലത്ത് ഒരു നടന്റെ താരമൂല്യം നിലനിർത്താൻ ഓരോ തരത്തിലുള്ള സിനിമകൾ തിരഞ്ഞെടുക്കേണ്ടി വന്നിരുന്നെങ്കിൽ ഇന്നത്തെ മോഹൻലാൽ അതിന്റെ വിപരീത ദിശയിലാണ് പോകുന്നത്. തന്റെ ഇമേജിനെ വെല്ലുവിളിക്കുന്ന സംവിധായകരെയും പുതുതലമുറയും വ്യത്യസ്ത ജേണറുകളുമായി ഒരുമിച്ച് പരീക്ഷിക്കുകയാണ്. ഇവിടെയാണ് ആദ്യം പറഞ്ഞ ആ സോഷ്യൽ മീഡിയ പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കിലേക്ക് നമ്മൾ വീണ്ടും എത്തുന്നത്. ഇതൊരു ഗ്ലിംസ് മാത്രമാണ്. അതിനർത്ഥം മോഹൻലാലിന്റെ വരാനിരിക്കുന്ന സിനിമകളുടെ മുഴുവൻ പട്ടിക ഇതല്ല എന്നതാണ്. ഇനിയും നിരവധി പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്ന ഈ 7 സിനിമകളെ ഒരു സമ്പൂർണ്ണ ലൈനപ്പായി കാണാതിരിക്കുന്നതിനേക്കാൾ വലിയ സിനിമാ യാത്രയുടെ ആദ്യ സൂചനയായി കാണുന്നതാണ് ശരി. മോഹൻലാലിന്റെ കരിയറിൽ പല ഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. മാസ് കഥാപാത്രങ്ങൾ, ക്ലാസ് കഥാപാത്രങ്ങൾ, കുടുംബ ചിത്രങ്ങൾ, ത്രില്ലറുകൾ, പരീക്ഷണ സിനിമകൾ, വലിയ ബജറ്റ് സിനിമകൾ, എല്ലാത്തിനും അപ്പുറം അദ്ദേഹം തന്റേതായ അടയാളം പതിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതേ യാത്രയുടെ മറ്റൊരു ഘട്ടമാണ് ആരംഭിക്കുന്നത്. പുതിയ സംവിധായകരെ വിശ്വസിക്കുന്നു, പഴയ കൂട്ടുകെട്ടുകളിലേക്ക് തിരിച്ചു പോകുന്നു, വ്യത്യസ്ത ജേണറുകൾ പരീക്ഷിക്കുന്നു. തന്റെ താരപരിവേഷം ഉപയോഗിക്കുമ്പോഴും അതിനുള്ളിൽ ഒരു നടനെ വീണ്ടും കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ 7 സിനിമകളുടെ പ്രഖ്യാപനത്തെ വെറുമൊരു സിനിമാ വാർത്തയായി കാണാൻ കഴിയില്ല. ഇത് മോഹൻലാൽ എന്ന താരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു സൂചനയാണ്. 7 സംവിധായകർ, 7 ശൈലികൾ, 7 വ്യത്യസ്ത സിനിമാ ലോകങ്ങൾ. ഇവയിൽ ഏതാണ് അടുത്ത വലിയ ഹിറ്റായി മാറുക എന്നത് ഇപ്പോൾ പറയാനാകില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മോഹൻലാൽ വീണ്ടും കളത്തിലുണ്ട്. ഇത് ടീസർ മാത്രമാണ്. മുന്നിലുള്ളത് ഇതിലും വലിയ പ്രഖ്യാപനങ്ങളാണെങ്കിൽ മലയാള സിനിമാ പ്രേമികൾക്ക് വരാനിരിക്കുന്നത് ഒരു വലിയ സിനിമാ സീസൺ തന്നെയായിരിക്കും. അവസാനം ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യം മാത്രം. ഈ 7 സിനിമകളിൽ നിങ്ങൾ ഏറ്റവും കാത്തിരിക്കുന്നത് ഏതാണ്?